കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് സുരക്ഷ തീർക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് സംഭവിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ വലിയ ചർച്ച. ദൃശ്യങ്ങളെല്ലാം എല്ലാവരും കണ്ടതാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട്ടിന് മുന്നിൽ നടന്ന സംഭവങ്ങളും പിന്നീട് കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥരെ വഴിയിൽ തടഞ്ഞ് അവരുടെ വാഹനം ആക്രമിച്ചവരെ പിടികൂടുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങളുമെല്ലാം എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന പോലീസിന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവത്തിലെ വീഴ്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറുന്നത്. ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ കേരള പോലീസിന് വീഴ്ചകൾ സംഭവിച്ചു എന്നാണ് ദേശീയ ഏജൻസിയുമായി ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അവരുടെ വകുപ്പ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും ധനവകുപ്പിനും കൈമാറിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം സംസ്ഥാന പോലീസ് അല്ലെങ്കിൽ DGP പറയുന്നത് ഇത്തരത്തിൽ ഒരു റെയ്ഡുണ്ട് അല്ലെങ്കിൽ ഒരു പരിശോധന മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലുണ്ടാകും എന്നുള്ള കാര്യം നേരത്തെ അറിയിച്ചില്ല എന്നായിരുന്നു DGPയുടെ പരാതി. അതിനും മറുപടിയുണ്ട് ആഭ്യന്തര വകുപ്പിന്. റെയ്ഡുകൾ യാതൊരു കാരണവശാലും നേരത്തെ അറിയിക്കുന്ന ഒരു കീഴ്വഴക്കം കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഇല്ല എന്നാണ് പറയുന്നത്. അതായത് ഏത് സംസ്ഥാനത്താണോ അവർ അന്വേഷണത്തിന് പോകുന്നത് ആ സ്ഥലത്തെ പോലീസ് വിഭാഗത്തെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ളവരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും അറിയിക്കാറില്ല എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസിയിൽപ്പെട്ടവർ പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ വലിയ ചർച്ചയായി മാറുകയാണ്. ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത തരത്തിലുള്ള ഒരു ക്ഷീണവും സംഭവിച്ചിരിക്കുന്നു. അതായത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്നും കേന്ദ്ര അന്വേഷണ സംഘം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തുണ്ടായ സംഭവങ്ങൾ, അതിനുശേഷം കേന്ദ്ര അന്വേഷണ ഏജൻസിയിൽപ്പെട്ടവരുടെ വാഹനങ്ങൾ തടഞ്ഞതും ആ വാഹനങ്ങൾ തകർത്തതിനും ആ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചതിനുമൊക്കെ കാരണക്കാരായ ആളുകളെ പിടികൂടുന്നതിലുണ്ടായ വീഴ്ചകളുമൊക്കെയാണ് ഇപ്പോഴത്തെ വലിയ ചർച്ച. ആദ്യഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഏകദേശം 8 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിന് ശേഷം കേന്ദ്ര അന്വേഷണ ഏജൻസിയിൽപ്പെട്ട ഉദ്യോഗസ്ഥരും അവർക്ക് സുരക്ഷ ഒരുക്കുന്ന അർദ്ധസൈനിക വിഭാഗവും സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾ ബേക്കറി ജംഗ്ഷനിൽ, അതായത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീടിന് സമീപത്ത് വെച്ച് തന്നെ വലിയൊരു സംഘം തടയുന്നു. അവരുടെ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിപ്പിക്കുന്നു. എന്നിട്ടും പോലീസിന് അവരെ തടയാനോ ബലം പ്രയോഗിച്ച് മാറ്റാനോ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. 2 വാഹനങ്ങൾ പൂർണ്ണമായും അതിൻ്റെ ചില്ലുകൾ അടിച്ചു തകർത്തു. വലിയ തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അവിടെ എന്താണ് സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നത്. DGP പറയുന്നത് 300-ലധികം പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അതിനുമപ്പുറത്തേക്ക് സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം CPM ന്യായീകരിക്കുന്നതാകട്ടെ ചില ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായ നീക്കം, അതിനപ്പുറത്തേക്ക് പാർട്ടി ഇങ്ങനെയൊരു ഗൂഢാലോചനയോ ഇവരെ തടയാനോ തീരുമാനിച്ചിരുന്നില്ല. സംഭവങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കാം, ആരെയും തടയാൻ തീരുമാനിച്ചില്ല. പക്ഷേ വൈകാരികമായൊരു ഇടപെടൽ ചില രാഷ്ട്രീയ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷേ അതും നിയന്ത്രിക്കുന്ന കാര്യത്തിൽ പോലീസിനുണ്ടായ വീഴ്ചയാണ്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനുണ്ടായ വീഴ്ചയാണ് ഏറ്റവും വലിയ ചർച്ചയായി മാറപ്പെടുന്നത്. 300 പോലീസുകാരുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇത്രയും വലിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുവാൻ കഴിയുമായിരുന്നു. അതിനുമപ്പുറം അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി തമ്പാനൂർ എത്തിക്കുന്നു. ചില ഉദ്യോഗസ്ഥർക്ക് അല്ലറ ചില്ലറ പരിക്കുകളുണ്ടെന്ന് പറയുന്നു, അത് പരിശോധിക്കുന്നു. അതിനുശേഷമാണ് മറ്റൊരു വലിയ നാടകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. കേന്ദ്ര ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥരെ അവരെ ഉപദ്രവിച്ചവരെ പിടികൂടുന്നതിന് വേണ്ടി ഉള്ള ഒരു നീക്കം പോലീസ് നടത്തുന്നതാണ് അത്യന്തം നാടകീയമായി മാറുന്നത്. പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ മുന്നിൽ DCPമാരടങ്ങുന്ന സംഘം വലിയൊരു പോലീസ് വലയം തന്നെ തീർത്തുകൊണ്ട് അവിടെ കാത്തു നിൽക്കുന്നു. ഈ കേന്ദ്ര ഏജൻസിയിലെ ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് കേടുപാട് വരുത്തിയവർ ഏരിയ കമ്മിറ്റി ഓഫീസിനകത്തുണ്ട് എന്ന് ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്നു. ആ സമയത്തെത്തുന്ന CPIMൻ്റെ മുതിർന്ന നേതാക്കന്മാർ ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തുന്നു. അവർ ചർച്ചകൾ നടത്തുന്നു. കാരണക്കാരായ കുഴപ്പക്കാരായ ആളുകളെ വിട്ടു നൽകാമെന്ന് പറയുന്നു. അങ്ങനെ
ഒരു വിലപേശൽ രംഗം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ബാർഗെയിൻ ചെയ്യുന്നത് പോലും പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ മുമ്പിൽ കാണേണ്ടി വന്നു. ഇതിനെല്ലാം കാരണം എന്താണ്? ആഭ്യന്തര വകുപ്പിൻ്റെ സൂക്ഷ്മതയില്ലാത്ത പ്രവർത്തനമാണോ, അതോ അവർക്ക് കൃത്യമായൊരു നിരീക്ഷണ പാടവത്തിലുണ്ടായ വീഴ്ചയാണോ? അതാണ് എല്ലാവരും പരിശോധിക്കുന്നത്. എന്തായാലും ആഭ്യന്തരമന്ത്രി പറയുന്നൊരു കാര്യമുണ്ട്. അത് കൃത്യമായും കേന്ദ്ര അന്വേഷണ ഏജൻസി അവർ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നതായി DGP അറിയിച്ചില്ല, അതുകൊണ്ടാണ് സുരക്ഷാ വലയം ഒരുക്കുന്ന കാര്യത്തിൽ വീഴ്ച സംഭവിച്ചതെന്ന്. ഇത് തന്നെയാണ് DGPയും പറയുന്നത്. എന്നാൽ കേന്ദ്ര അന്വേഷണ ഏജൻസി ആകട്ടെ പറയുന്നൊരു കാര്യമുണ്ട്, ഇതിൽ സാധാരണ റെയ്ഡിന് അങ്ങനെ മുൻകൂട്ടിയുള്ള അറിയിപ്പുകൾ ഉണ്ടാകില്ല. എന്തായാലും ആ വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി മുന്നോട്ട് പോകുമ്പോഴും പോലീസിന് നാണക്കേടായി മാറിയത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആളുകളെ കൃത്യമായി പിടികൂടുന്ന കാര്യത്തിലുണ്ടായ വീഴ്ചയാണ്. ആ വീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പല സ്ഥലത്തു നിന്നാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ള നേതാക്കന്മാർ ഇതുമായി ബന്ധപ്പെട്ട ഒന്നും പറയുന്നില്ല എങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മുറുമുറുപ്പുകൾ വളരെ സജീവമാണ്. അതേസമയം EDയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെ പരിധിയിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ധനമന്ത്രാലയത്തിനും ആഭ്യന്തര വകുപ്പിനും കൃത്യമായ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് വീഴ്ച സംഭവിച്ചിരിക്കുന്നു, സംരക്ഷണ വലയം ഒരുക്കുന്ന കാര്യത്തിൽ അവർക്ക് വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതൊരു വലിയ ചർച്ചയായി തന്നെ മാറപ്പെടാം. അന്വേഷണ ഏജൻസി അവർക്ക് എന്താണോ പറയാനുള്ളത് കൃത്യമായും അവരുടെ മുകളിലുള്ള ആളുകളെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടയിൽ സംഭവം അറിഞ്ഞുടനെ തന്നെ ഗവർണർ ഇടപെടുന്നു, DGPയോട് വിവരങ്ങൾ തിരക്കുന്നു. എന്തായാലും കേന്ദ്ര ഇടപെടലുകൾ കാര്യമായി ഇപ്പോൾ ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും അന്വേഷണ ഏജൻസി വീണ്ടും സജീവമായി രംഗത്തെത്തും. ആർക്കെതിരെയാണോ അന്വേഷണം നടത്തുന്നത് അത് കൂടുതൽ കർശനമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അവരുടെ നീക്കം എന്നാണ് വ്യക്തമാകുന്നത്. ഇവിടെ ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പലക്കുകയാണ്. ആരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച എന്നുള്ളത് കണ്ടെത്താനോ അല്ലെങ്കിൽ വീഴ്ചയ്ക്ക് ഉണ്ടായ സംഭവങ്ങൾ എന്താണ് തിരക്കുന്നതിനോ അപ്പുറത്തേക്ക് ചില ജൂനിയറായ IPS ഉദ്യോഗസ്ഥരുടെ തലയിലേക്ക് വിഷയങ്ങൾ കെട്ടിവെക്കാൻ നീക്കം നടത്തുന്നു എന്നാണ് സീനിയർ IPS ഉദ്യോഗസ്ഥരുടെ പരാതി. എന്തായാലും ഇത് ഫോഴ്സിനുള്ളിൽ അല്ലെങ്കിൽ പോലീസ് സേനയ്ക്കുള്ളിൽ വലിയ തരത്തിലുള്ള അപമതിപ്പുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നുവെന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്തേണ്ടത്.